ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒന്നൊന്നര മാസം മുമ്പ് നട്ട കൂർക്കയാട്ടോ. അന്ന് 2 തണ്ടുണ്ടായിരുന്നുള്ളൂ. അത് മുറിച്ച് നട്ടതാണ് ഇപ്പോൾ ഇത്ര ആയിട്ടോ. അപ്പോൾ ഇന്ന് കുറേ നടാനുള്ളതുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ കർക്കിടകം തീരാറായില്ലോ. അപ്പോൾ ഈ കൂർക്കയൊക്കെ നടേണ്ട സമയം. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നില്ല. കുറച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴേ ബാക്കിയുള്ള പോഷൻ പൊടിച്ചു വന്നത്. അപ്പോൾ ബാക്കിയൊന്ന് ഉള്ളിയെടുത്ത് ഞാൻ വേറെ നടുവാണ്. ഞാൻ അന്ന് ചാരമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ. അതുകൊണ്ടത് നന്നായിട്ട് കയറി വന്നു. ഇത് കുറേ നടാനുള്ളതായി. വേറെ അടുത്ത് നടാം, ഇവിടെ അതായിക്കോളും. കണ്ട, ഇനി ഈ ഒടിച്ചെടുത്തതിന് ഇതിന് ചാരമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതങ്ങ് വലുതായി വന്നോളൂട്ടോ പൊടിച്ച്. അപ്പോൾ ഈ നടാനുള്ള കൂർക്കത്തലയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നത് കുറേ ഉണ്ട് കേട്ടോ. അന്ന് ഒരു തല നട്ടതാണ്. ഇതാ ഇത്രമായി, ബാക്കി അവിടെ പോഷൻ നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് നടേണ്ട സ്ഥലം ഇതാട്ടോ. കാട് കയറി മൂടിയാണ് നിൽക്കണം. നല്ല മഴയൊക്കെ അല്ലായിരുന്നു. നമ്മുടെ പച്ചക്കറിയൊക്കെ നടന്ന പ്ലേസായിരുന്നേ. അപ്പോൾ ആ കാടൊക്കെ ഒന്ന് പറിച്ച് കണ്ടൊക്കെ ആക്കി നമുക്ക് നടാം. മഴയായിരുന്നോണ്ട് നന്നായിട്ട് കാട് കയറി. ഇതിൻ്റെ ഹൈറ്റ് നോക്കി. വെയിലൊന്നും തെളിയാത്തതുകൊണ്ടേ ഞാൻ കാട് പറിക്കാൻ ഇറങ്ങിയോ ഇല്ല. നോക്കി, മുക്കുറ്റി ഇതൊന്നും കാണാനും കൂടെ ഇല്ലാത്തതാണ്. ഓണമൊക്കെ ആയി മുക്കുറ്റിയൊക്കെ ഉണ്ടായി തുടങ്ങി. ഇതൊക്കെ നമ്മുടെ വാൾസ്. കൂടുതൽ ഈ പറമ്പിക്കൂടെ നിൽക്കണയൊക്കെ ഞാൻ പറിച്ചു കളയാം. ഇതെൻ്റെ നിത്യവൈദ്യന കേട്ടോ. നട്ടതല്ല, മഴയത്ത് കഴിക്കുമ്പോൾ മുളച്ച് വന്നത് തന്നെ മുളച്ച് ഉണ്ടായപ്പോൾ നിത്യവേദനയൊക്കെ കഴിച്ചിറക്കുന്നുണ്ടോ. ഇവിടെ കാട് കളിക്കാൻ കുറേ പോർഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്നില്ല. കാട് ചെത്താനില്ല. മൊത്തം അത് ചെത്താനിരുന്നാൽ ഇന്ന് നടല് നടക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ കൂർക്കത്തല നടാനുള്ളത് പോർഷൻസ് ആണ് ചെത്തി ക്ലീൻ ചെയ്തിട്ട് നടുവാണേ. മണ്ണ് നല്ല ഇളകി കിടക്കണ മണ്ണാണേ. അതുകൊണ്ട് കിളയ്ക്കാനൊക്കെ എളുപ്പമാണ്. പുല്ല് പറിച്ചെടുക്കാനാണെങ്കിലും എളുപ്പമാണേ. കൂർക്ക നടാനുള്ള ഏരിയ ഒന്ന് ഞാൻ ചെത്തി ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഒന്ന് ഏരി മാടണോ, അല്ലെ ഏരി മാടി വെച്ച് നടണം. നമ്മുടെ കൂർക്ക, സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ നടുമ്പോൾ കാട് കയറി വന്നാൽ പെട്ടെന്ന് എരിശല്യം ഉണ്ടാവും. അപ്പോൾ കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ എരി കയറും. നല്ല ചൂട് രാവിലെ. അപ്പോൾ ഞാനിത് നട്ടു വയ്ക്കുക. സാധാരണ ഏരി മാടുമ്പോൾ ഇത്തിരിയുടെ ഹൈറ്റിനൊക്കെ ആട്ടോ മാടണേ. ഞാൻ ഒത്തിരി ഹൈറ്റിനൊന്നും മാടി വെച്ചിട്ടില്ല. നിവർത്തി വെക്കണം എന്നൊന്നുമില്ല. അങ്ങ് ചുമ്മാ അങ്ങ് കൂത്തി വെച്ചാൽ ഇത് പൊട്ടിപ്പൊടിച്ചങ്ങ് പടർന്ന് കയറിക്കോളും. കൂർക്ക പെട്ടെന്ന് കയറി എന്നത്. ഇതിപ്പോൾ ഇതിലേ നടണമെങ്കിലേ ഫുള്ള് ഇപ്പോൾ തന്നെ നന്നായിട്ട് കയറി ഫുള്ളാവും. നന്നായിട്ട് പടർന്ന് വരും. അങ്ങനെ പടർന്നു തന്നെ ഒരു തണ്ടേക്കൂടി അല്ല കൂർക്ക ഇങ്ങനെ ഉണ്ടായി വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തെടുത്തിട്ട് പറഞ്ഞു. നല്ല വെയിലുണ്ട് കേട്ടോ. കൂർക്കയ്ക്ക് പ്രത്യേകം വളം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ചാരമൊക്കെ തൂകുക. ഞാൻ ഇപ്പം ഒന്നും ഇപ്പം നടുമ്പി ഒന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ. പൊട്ടിപ്പൊടിച്ച് കയറി വരുമ്പോഴേ കുറച്ച് ചാരോ അങ്ങനെയൊക്കെ തൂളി കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയൊക്കെ ചെയ്യുന്നു കേട്ടോ.
അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ ആണെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ നടാനുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്ന് വേഗം നട്ടോട്ടോ. നമ്മുടെ കർക്കിടമൊക്കെ തീരാറായി. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.